അപ്പോൾ ഗൈസ് നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, ഇതുപോലെ 1 കിലോയുടെ പാക്കറ്റാണ് കയ്യിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കളർ എന്ന് പറയുന്നത് SC30 എന്ന് പറയുന്ന കളറാണ്. ഓക്കെ, നമ്മളിതുപോലെ കട്ട് ചെയ്തു. എന്നിട്ട് ബക്കറ്റിലേക്ക് ഇത് ഇടുകയാണ്. ലിക്വിഡ് വാൾപേപ്പർ വാളിൽ ഇടുന്നതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു SC30 എന്ന് പറയുന്ന ലിക്വിഡ് വാൾപേപ്പർ കളറാണ് ഇവിടെ ഇടുന്നത്. ഒരു ഗോൾഡൻ കളറാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് നിങ്ങൾ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ നമ്മളിത് ഫോളോ അപ്പ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. SC30 എന്ന് പറയുന്ന സിൽക്ക് പ്ലാസ്റ്റിക് ലിക്വിഡ് വാൾപേപ്പറാണിത്. നമ്മൾ മിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇതെങ്ങനെ ഇടുന്നതെന്നുള്ളത് ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്നുകൂടി കാണിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം മണിയറ ബെഡ്റൂമിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങി ഏകദേശം ഇങ്ങനെ വന്ന് അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ചുമര് ഫില്ല് ചെയ്യാനായിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു പാക്കറ്റിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് 45 സ്ക്വയർ ഫീറ്റ് മുതൽ 50 സ്ക്വയർ ഫീറ്റ് ഏരിയ വരെയാണ് നമുക്ക് ഒരു പാക്കറ്റിൽ, അതായത് 1 കിലോയുടെ ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചുമര് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായി വരുന്നത് 130 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബോള് വരുന്നത്. 130 സ്ക്വയർ ഫീറ്റ് ബോൾ വരുന്നുണ്ട്. അതിനകത്ത് ആ വിൻഡോയുടെ ഏരിയ ഒരു 20 സ്ക്വയർ ഫീറ്റ് കുറക്കുകയാണെങ്കിൽ നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ഈ ബോൾ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2.5 പാക്കറ്റിൻ്റെ ആവശ്യമാണ് ഇത് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിപ്പം ഇവിടെ ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് SE30 എന്ന് പറയുന്ന സിൽക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കളറാണ് ഇവിടെ ചെയ്യുന്ന. ഒരു ഗോൾഡിഷ് കളറാണ്. പാനലിംഗ് ടീക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 ദിവസം സമയമാണ് നമുക്കിത് ഉണങ്ങാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തും കൂടി ആയിട്ടുള്ള പുള്ളിക്കാരനാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അനായാസം ഇതുപോലെ നമുക്ക് ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പുള്ളിക്കാരൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ പേര് ട്രവൽ എന്നാണ്. ഈ ട്രവൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വളരെ നിഷ്പ്രയാസം ഇതുപോലെ ഇടാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ടോ, അനായാസം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്ഷമ പഠിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ലതാണ് ഇട്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളത്. കാരണം കുറച്ച് സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് മെനക്കെട് ആവശ്യമാണ്. കുറച്ച് സമയം ഇതിന് ചിലവഴിച്ചുകൊണ്ട് തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, ഇതുപോലെ ഫംഗസ് ഏരിയ വരുന്നിടത്ത് ഇടാൻ പറ്റുമെന്നൊക്കെ ആൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫംഗസ് ഏരിയ വന്നിടത്ത് ഇടാൻ പറ്റും. പക്ഷേ റെഗുലറായിട്ട് വെള്ളം ഡ്രോപ്പ് ചെയ്യുന്ന ഏരിയയിലോട്ട് ഇത് ഇടാതിരിക്കലാണ് ഉത്തമം. അങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ഇത് അറിയാമല്ലോ, ഇതൊരു ഗ്ലിസറിൻ ടൈപ്പ് ഗമ്മാണ് വരുന്നത്. വെള്ളം തട്ടുന്ന സമയത്ത് ഇത് മെൽറ്റാവുകയും ഡ്രൈ ആകുന്ന സമയത്ത് ഇത് സ്റ്റിക്ക് ആവുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിൻ്റെ ഗമ്മിങ് സിസ്റ്റത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം തട്ടുന്ന സമയത്ത് ഈ ഗമ്മിങ് സിസ്റ്റം മെൽട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതുപോലെ വളരെ പ്രയാസം ഇടാൻ വേണ്ടി സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സിൽക്ക് പ്ലാസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് നല്ലൊരു ക്ഷമ ആവശ്യമാണ് ഇതിടാനായിട്ട്. നമ്മൾ ഏകദേശം 1 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനി ബാക്കി ഇടാനുണ്ട്. ഇത് പ്രാക്ടീസ് ഉള്ള ആൾക്ക് മാത്രമേ ഇടാൻ പറ്റൂ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും ഇടാം. സമയം ഉണ്ടെങ്കിൽ, ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരു പാക്കറ്റിൽ നമുക്ക് ഉണ്ടാവുന്നത് 1 കിലോ ആണ്. 1 കിലോയിൽ 45 മുതൽ 50 സ്ക്വയർ ഫീറ്റ് വരെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാൾ കവർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് 2 പാക്കറ്റാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ കാണാം കേട്ടോ. കമ്പനിയുടെ സിൽക്ക് പ്ലാസ്റ്റർ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. SC30 എന്ന് പറയുന്ന
ഒരു ഐറ്റമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ എന്താ പറയുക രസകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണത്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2000 രൂപക്കാണ്, ഇൻക്ലൂഡിങ് GST വിത്ത് കൊറിയർ ചാർജ് അടക്കം 2000 രൂപക്കാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഏകദേശം ആ പാക്കറ്റിലുള്ള സാധനം ബക്കറ്റിൽ നിറച്ചിട്ടാണ് ചെയ്തത്, നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ അത് ബക്കറ്റിലുള്ള സാധനം ഏകദേശം എംപ്റ്റി ആയി. നമ്മൾ രണ്ടാമതും ഈ ഒരു ഏരിയ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കാണുന്ന ആ ഒരു പാക്കറ്റ് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് കാണാം. ഇപ്പം അതുണ്ട്, ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. ഒരു പാക്കറ്റ് 1 കിലോയുടെ ഒരു പാക്കറ്റ് വാൾപേപ്പർ തീർന്നു. നമ്മൾ രണ്ടാമത് ഫില്ല് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, ഇതുപോലെ 1 കിലോയുടെ പാക്കറ്റാണ് കയ്യിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കളർ എന്ന് പറയുന്നത് SC30 എന്ന് പറയുന്ന കളറാണ്. ഓക്കെ, നമ്മളിതുപോലെ കട്ട് ചെയ്തു. എന്നിട്ട് ബക്കറ്റിലേക്ക് ഇത് ഇടുകയാണ്. ഇതുപോലെ ബക്കറ്റിലേക്ക് ഇടുന്നു. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾക്കിപ്പം ആ ഒരു ചെറിയൊരു ഭാഗമാണ് ആവശ്യമുള്ളത്. ഏകദേശം ഹാഫ് പാക്കറ്റോളം ഇട്ടിട്ടുണ്ട്. ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പാക്കറ്റിലയക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, കൈ കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലുള്ള കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഫ്രീ ആയിട്ട് നല്ല പൗഡർ പരുവത്തിലേക്ക് വരും. അങ്ങനെ വന്നതിന് ശേഷം ആവശ്യമായ വെള്ളം, അതായത് നമുക്കൊരു കുഴമ്പ് രൂപത്തിലാണ് ഇത് വരേണ്ടത്. അപ്പോൾ ആവശ്യമായ വെള്ളം പതിയെ അതിനകത്ത് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഉണ്ടോ, ആവശ്യമായ വെള്ളമാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, ഇതുപോലെ മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് തോന്നുമല്ലോ നമുക്ക് കുഴമ്പ് രൂപത്തിലാണ് വേണ്ടത്. ഇതുപോലെ കുഴമ്പ് രൂപത്തിലാകുന്നത് വരെ വെള്ളം കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മൈദ കുഴക്കുന്ന പോലെ പൊടിയിട്ട് വെള്ളം മിക്സാക്കി നമ്മൾ അങ്ങനെയാണല്ലോ കുഴക്കുക. നമ്മൾ ഗമ്മിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പശയാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം പോലെ കലക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് കുഴമ്പ് രൂപത്തിലാണ്. അപ്പം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് എന്താ പറയുക കുട്ടിക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വെള്ളം കൂടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ പതുക്കെ നമ്മൾ കുഴമ്പ് രൂപത്തിലേക്ക് പതിയെ കുഴച്ച് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിക്വിഡ് വാൾപേപ്പർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതുപോലെ ലിക്വിഡ് വാൾപേപ്പർ മിക്സ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ ഒരു കുഴമ്പ് പരുവത്തിൽ വരുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അധികം വെള്ളമാവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യാനുസരണം ഇതൊരു ഏകദേശം ഒരു കുഴമ്പ് പരുവമാവും. ആ പരുവമാകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളൊരു അരമണിക്കൂർ ഇതുപോലെ സെറ്റാക്കി വെക്കുക. ഇതൊന്ന് സെറ്റാവാനുണ്ട്. സെറ്റായതിനു ശേഷം മാത്രം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് ലെവലിൽ ഇത് ഗമ്മിങ് ആയിട്ട് വാളിൽ പതിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ അങ്ങനെ ലിക്വിഡ് വാൾപേപ്പർ ഇടുന്നത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നമ്മൾ 1 കിലോയുടെ ഒരു പാക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. ഏകദേശം ഈ ഒരു വാള് നമുക്ക് കവർ ചെയ്ത് കിട്ടാൻ പോവുകയാണ്. ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ ക്ലിയറായി. കണ്ടോ, ഈ ഭാഗങ്ങൾ ക്ലിയറായി, അവിടെ ക്ലിയറായി. ഇനി ഈ മുകളിൽ വരുന്ന പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ബക്കറ്റിൽ കുറച്ച് സാധനം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 2 പാക്കറ്റ് വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി 1.5 പാക്കറ്റ് കൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത് 1.5 പാക്കറ്റ് കൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
1.5 പാക്കറ്റ് കൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിലവിൽ ഇതൊരു പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത ചുമരാണ്. സോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും 1.5 പാക്കറ്റ് കൊണ്ട് നമുക്കിത് ഫില്ലിങ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഫില്ലിംഗ് ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ട് അവിടെ ഇടയ്ക്ക്. അതൊക്കെ പിന്നീട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. നിലവിലിപ്പോൾ 1 പാക്കറ്റ് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്, സീലിംഗ് വരെ എത്തിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ പുട്ടിയിട്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്രയും സ്മൂത്തിൽ നമുക്ക് കിട്ടിയത്. സാധാരണ പുട്ടിയിടാത്ത ചുമരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 പാക്കറ്റ് തന്നെ നമുക്ക് വേണ്ടി വരും ഇത് ചെയ്യാനായിട്ട്. എന്തായാലും അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫോളോ അപ്പ് വീഡിയോ കേട്ടോ. നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ 2ാമത്തെ വീഡിയോ ആണ്, ഫോളോ അപ്പ് വീഡിയോ ആണ്. ഇതാണ് മെറ്റീരിയൽ. ഓക്കെ, ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം നമ്മൾ എത്തിച്ചേരുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. ഇതിൻ്റെ പേര് ലിക്വിഡ് വാൾപേപ്പർ. ഓക്കെ, ഒരുപാട് ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ കാറ്റലോഗ് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പം ഓൾ കേരളയിൽ നമുക്ക് ഇത് ഡെലിവറി ചെയ്യാൻ സാധിക്കും. കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് പാക്കറ്റിന് മുകളിൽ. നിലവിൽ 2000 രൂപയാണ് ഒരു പാക്കറ്റിന് ചാർജ് വരുന്നത്. ഇപ്പം മെറ്റീരിയലൊക്കെ വില കൂടി, നമുക്കറിയാമല്ലോ, എല്ലാത്തിനും GST കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയലും റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് 2000 റുപ്പീസിൽ, അതായത് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ, GSTക്ക് മുമ്പുള്ള സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ 2000 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണിത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻറ്റീരിയർ പർപ്പസിനാണ് നമുക്കിത് ചെയ്യാൻ പാടുള്ളൂ. എക്സ്റ്റീരിയർ പർപ്പസിലേക്ക് ഇത് പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ വെള്ളം തട്ടുന്ന ഏരിയയിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മെൽട്ടാവും. മെൽട്ടാവാതിരിക്കാൻ ഇൻറ്റീരിയർ പർപ്പസ് മാത്രമായിട്ട് ചെയ്യാം. വളരെ അനായാസം നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായും ചോദിക്കാം, വാട്സാപ്പിലൂടെ ചോദിക്കാം. വാട്സാപ്പിലൂടെ ചോദിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട്, ഫോൺ വിളിച്ചാൽ നിങ്ങൾ കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്കുള്ള ഓട്ടം, അതിനിടയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ പോലുള്ള ആൾക്കാരുടെ ഫോണൊക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറയുന്നത്. വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതാകുമ്പോൾ കേൾക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് റിപ്ലൈ തരാനും എളുപ്പമാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫിനിഷിങ് ചെയ്തിട്ടുള്ള വീഡിയോ കൂടി നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ അവസാന മിനുക്ക് പണിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലിക്വിഡ് വാൾപേപ്പർ. നമുക്കിതൊരു ചുമര് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നത് 1.5 പാക്കറ്റാണ്. 1.5 പാക്കറ്റ് കൊണ്ട് നമ്മൾ ഈ ചുമര് തീർത്തി എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അതായത് എക്സ്പേർട്ട് അല്ലാത്ത, വർക്കേഴ്സ് അല്ലാത്ത, നമ്മൾ സ്വന്തമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് 2 പാക്കറ്റ് തികച്ചു വേണ്ടി വന്നേനെ. ഈ ചുമരിൻ്റെ ഞാൻ പറഞ്ഞു, ഈ ചുമരിൻ്റെ വ്യാപ്തി വരുന്നത് 130 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്. 130 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്. ഈ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 പാക്കറ്റ് എടുത്തിരിക്കുന്നത്. വിശദമായിട്ടുള്ള ഡീറ്റെയിലൊക്കെ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വോള് മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് മൊത്തമായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചിലവായത് 1.5 പാക്കറ്റ് വാൾപേപ്പറാണ്, ലിക്വിഡ് വാൾപേപ്പറാണ്. ഇപ്പോൾ നമ്മൾ കണ്ടോ, ഇത് ചെയ്തതിന് ശേഷം, ഫൈനലായിട്ട് ചെയ്തതിന് ശേഷം ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ച്, അതായത് എക്സ്ട്രാ വെച്ച് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അതായത് ആ രീതിയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കിട്ടും. വളരെ മനോഹരമായിട്ട് ഇത് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടീക്ക് പാനലിങ്ങിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 ദിവസം സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ യഥാർത്ഥ കളറ് പുറത്ത് വരും. അതായത് ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 2 ദിവസം നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് വെക്കേണ്ടി വരും. കുട്ടികളുടെ കൈയോ കാര്യങ്ങളോ ഒന്നും തട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാലയളവിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ മികച്ച വാൾപേപ്പർ അല്ലെങ്കിൽ ലിക്വിഡ് വാൾപേപ്പർ ആവശ്യമാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 100% ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. തീർച്ചയായിട്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണാം. ബൈ ബൈ.